ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചീനെ കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹരിയാനയിൽ പോണൊരു വ്ളോഗാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5-ാം തീയതി, കറക്റ്റ് 5-ാം തീയതി ആയിട്ടുണ്ട്, 12 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാം റെഡിയായി നിൽക്കുവാണ്. കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി പറക്കിയൊക്കെ വെച്ചു. ഇന്നലെ തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചേച്ചിക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇന്നലെ എടുത്ത് വൈകുന്നേരം തൊട്ട് തന്നെ എടുത്ത് വെച്ച് ഏകദേശമൊക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ 2 മണിക്കാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി എന്താ പറയുക, വ്ളോഗ്സിലൂടെ കാണാം കേട്ടോ. യൂട്യൂബിലത് യൂട്യൂബിൽ വരും കേട്ടാ. തിരിച്ചു വണ്ടി പോകണ്ടേ? അല്ല, അവന് ഇന്ന് ഒരു ഓട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇത് കിട്ടില്ല. അങ്ങോട്ട് തിരിച്ചു വന്നു. റെസ്റ്റോറൻറ്റ് നമ്മളെ കൊണ്ടുപോയി കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന അമൃത എക്സ്പ്രസ് മധുരൈ കോട്ടയം പോക്ക് ട്രെയിൻ നമ്പർ 163. അവിടെ നിങ്ങൾ തെളിക്കൊണ്ടു അവിടെ നിങ്ങൾ കൊണ്ടുവന്നില്ല കേട്ടോ. ഇവിടെ നമ്മളെ ഇതാണ് തന്നത്. ഇല്ലെന്ന് അതിൻ്റെ അടിയിലോട്ട് വെച്ചില്ലേ? അതടിയിൽ നോക്കിയോ കിട്ടുക. അതേ വീട്ടിൽ അത് നല്ലല്ലേ? ഇങ്ങനെ നല്ലത് അത് അവനെ ഏൽപ്പിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളത് ഏകദേശം 2 മണിയൊക്കെ അപ്പോൾ ട്രെയിനിൽ കയറി. ഇനി നമ്മൾ എന്താ പറയുക, ഉറങ്ങാനായിട്ട് പോവാണ്. ഇനി അടുത്ത രാവിലത്തെ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഒരു ഗുഡ് നൈറ്റ് എല്ലാവരെയും കാണിക്കാം. കിടക്കാൻ പോകും എല്ലാവരും. അവർ ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7:45 ആയപ്പോഴേക്കും ഞാനൊക്കെ എണീറ്റു. തുരങ്കത്തിൽ കൂടി കയറിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എന്താ പറയുക, മോർണിംഗ് ആയിട്ടുണ്ട്. എല്ലാവരും എണീറ്റു. ദൈവത്തിൽ ഇപ്പം ബോധം തെളിഞ്ഞു. ഓമനാമ്മ അവിടെ ഫോണിൽ എന്തൊക്കെയോ വോയിസൊക്കെ ഇടുന്നു. ബാക്കി 3 പേര് ഫോണിലാണ്. പിന്നെ അമ്മ വെള്ളം എടുക്കുന്നു എനിക്ക് കുടിക്കാൻ. വീട്ടിൽ കാഴ്ച ഉണ്ട്. 2 മിനിറ്റ് ഇരുന്നിട്ട് ശേഷമാണ് അടുത്ത പ്രൊസീജിയർ ചെയ്തിട്ടുള്ളൂ. നമ്മൾ എവിടെ എത്തിയെന്ന് അറിയത്തില്ലാണ്. കാലിനാണോ എന്നോട് വന്ന് വെള്ളവും പഴവും മേടിച്ചോണ്ട് പോയി. എപ്പോഴൊക്കെയോ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം.
ഒന്നും കാണാൻ പറ്റില്ല. ഉപ്പ് വേറെ കൊടുക്കാൻ ഉപ്പൊക്കെ വേറെ എടുക്കുന്നത്. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. അതിന്റെ ഏകദേശം ഓരോ സാഹചര്യങ്ങൾ. ഉപ്പ് വേറെ ഇത് കൊണ്ട് കൂടെ ഞാൻ നോക്കിയത് ചേട്ടാ. ഇതിന്റെ ഇത് കൊണ്ട് ഇച്ചിരി കോരി എടുത്തല്ലോ പേര്. അതെന്നാ സ്പൂൺ അതാണ്. ഇപ്പൊ നമ്മള് നെടുങ്ങാത്തോടി പോവാണ് കേട്ടോ. ഇപ്പൊ രാജേശ്യാമിന്റെ ഈ അടുത്ത് കംപ്ലൈന്റ് വന്നില്ലേ അതല്ലേ? അല്ല അത് പാലക്കാട് അല്ല അത് ഇവിടെ അല്ലേ? തൃശ്ശൂർ കഴിഞ്ഞ യാത്ര പാലക്കാട്. ഓമനമ്മ പറഞ്ഞോ എന്താ ആരുണ്ടാക്കി ഉണ്ണിയപ്പം? രാജേശ്വരൻ പുറത്തിറങ്ങി ഇതേ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. ഉണ്ണിയപ്പം കഴിക്കുവാണ്. രാജേഷ് മാമ കൊണ്ടുവന്നാണ്. കഴിച്ചണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉണ്ണിയപ്പം. ഞാനും കഴിച്ചു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദേവട്ടിയാണ് ഉണ്ണിയപ്പം ഒന്നും കഴിക്കാറില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓമനാമയുടെ ചക്കയുടെ കഴിക്കാൻ പോവാണ്. ഓമനാമയുടെ ആയതുകൊണ്ട് ഞാൻ തിന്നിട്ട് അഭിപ്രായം പറയാം. നോക്കട്ടെ. വീട്ടിലിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറക്റ്റ് മധുര കറക്റ്റ്. അപ്പൊ നമ്മള് ചക്കട കഴിക്കുകയാണെങ്കിൽ പാകത്തിന് മധുരമൊക്കെയാണ്. പാകത്തിന് മധുരമൊക്കെയാണ്. ഭയങ്കര ഇരുട്ടാവണോ? അല്ല ഇപ്പൊ എന്നാ കൂടാ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് ഷോള്. ഞങ്ങക്ക് ഡൽഹിയിലാണ്. ഡൽഹി എവിടെന്ന് വരുന്ന? കണ്ണൂരിന്ന്. എവിടെ ഇറങ്ങണം അല്ലേ? ഗുജറാത്തില് സൂറത്ത് കഴിഞ്ഞിട്ട് വരുന്ന. അമ്മ ഇതമ്മ മക്കള് അവിടെ തന്നെ താമസിക്കുന്ന. കണ്ണൂര് നിങ്ങൾ അവിടെ തന്നെ താമസിക്കുന്ന? അല്ല ഞങ്ങളില്ലേ അച്ഛനെ പഠിക്കാൻ വേണ്ടി പോണതാ. അവളെ ചേർക്കാൻ വേണ്ടി എന്താ പഠിക്കുന്നത്? ഹരിയാന. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സ്നാക്സ് ആയിട്ട് ജസ്റ്റ് ഞാനൊരു ലഡ്ഡു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ അടുപ്പിച്ച് ഒരു 5 സ്റ്റാർ കൂടി കഴിക്കാൻ പോവാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇരിപ്പുണ്ട് ഇവിടെ. ദേവുട്ടിനെ ഒരു 1:30 ആയപ്പോഴാണ് കുടുംബത്തിന് വേണ്ടി വരാം ഇങ്ങനെ ഇത് വരാമെന്ന് ചോദിച്ചത്. അപ്പൊ ഇവളിരുന്ന് അങ്ങനെയൊന്നും സമാധാനമൊക്കെ ഉണ്ടായിട്ട് കൂടെ എല്ലാവരും ഓർക്കാൻ തോന്നി. ഇപ്പൊ വിട്ടാ മതി, വിളിച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ലായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ പിന്നെ ഒന്നും കൂടെ വിളിച്ചു. അപ്പൊ ഞങ്ങൾ ചെന്നു. അപ്പൊ ഇവിടെ ആദ്യമേ ഇങ്ങനെ ഓരോ അതെ, ആൾക്കാരിൽ സ്ഥലങ്ങളിലൊക്കെ എല്ലാം പൊട്ടി. വണ്ടർല പോലെ പിള്ളേരുടെ വലിയൊരു പാർക്ക്. വലിയത് സ്ഥലം എവിടെയായിരിക്കും പോലും കാണത്തിലായിരിക്കും. അങ്ങനത്തെ നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, എന്റെ ചക്കയുടെ വീട്ടിലാണ്. എങ്ങനെയുണ്ട്? സോ ഗൈസ്, ഇപ്പൊ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട് അല്ലേ? 1 മണി കഴിഞ്ഞു. അപ്പം ഇപ്പൊ നല്ല പുറത്ത് എന്താ പറയാ, ഒരു ഇരുട്ട് മഴക്കാറിന്റെ ഒക്കെ ഒരു ഇതാണ് ഇരിക്കണ കാലാവസ്ഥയൊക്കെ. പുറത്തൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ.
5-6 തരംഗങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വന്ന തരംഗത്തിൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു, പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ട ഈ പ്രകൃതിയിൽ ഇത് നല്ല എന്താ പറയുക, ഈ ഒരു എന്താ പറയുക കാർമേഘങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പുറത്തോട്ടൊക്കെ ആയിട്ട് എല്ലാം ഇങ്ങനെ നല്ല തണുപ്പായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഫുഡ് കഴിക്കാനൊക്കെ അവിടെ അച്ഛനൊക്കെ തണുത്ത് നിറച്ചൊക്കെ അങ്ങ് നിൽക്കുവാണ് കേട്ടോ. പിന്നെ നമുക്ക് തണുപ്പ് പുറമേ ഇല്ലെന്നാണ് പറയുന്നത്, പക്ഷേ എങ്കിലും നടക്കുന്നുണ്ട്. രാത്രി തന്നെ കിടക്കാൻ നേരത്ത് എന്താ പറയുക, അവനവിടെ പുതപ്പ് കെട്ടുന്ന കണ്ടില്ല. അപ്പം എന്താ പറയുക, എനിക്ക് പുതപ്പൊന്നും വേണ്ട, വേറെ പുതപ്പൊന്നും വേണ്ടാന്ന് വീട്ടിൽ പറഞ്ഞു കിടന്നതാണ്. പക്ഷെ പകുതി ആയപ്പോൾ കഷ്ടപ്പെട്ട് ബാഗിൽ നിന്ന് തപ്പി പിടിച്ചെടുത്ത് പുതപ്പൊക്കെ അപ്പം അങ്ങനെ പുതക്കും. പിന്നെ ചേച്ചിക്ക് ഓൾറെഡി തണുപ്പൊക്കെ ഉള്ളതാണ് ഓൾറെഡി. ഇത് അമ്മക്ക് തണുപ്പ് നിറച്ചിട്ട് അമ്മ അവിടെ പുതച്ച് മുടി കിടക്കുന്നുണ്ട് അങ്ങാട്ട് കേട്ടാ. അതാണ് അമ്മ. അച്ഛൻ കേട്ടാ ഭയങ്കരമായിട്ട് അതിൽ തണുത്തിരിക്കുക. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടാ. അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തിയാണ്, ബ്രെഡും ഉണ്ട്. കത്രികയില്ലല്ലേ? എന്റെ പെട്ടിക്കകത്തൊരു ലോഡ് ഉണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ജെംസും കൂടി കഴിക്കുകയാണ്. ജെംസ് മിഠായി. നല്ല രശ്മിച്ചിയും കൂടെ വന്ന് പോയിട്ട് അല്ല വിളിച്ചിട്ട് കിട്ടിയില്ല. പറയുക മതിയെടുത്ത നമ്മുടെ ആ ഫോണിന് എത്ര രൂപ മേടിച്ചു? അല്ലെങ്കിൽ മേടിക്കായിരുന്നു, എന്തെങ്കിലും മേടിക്കായിരുന്നു. ഇതൊക്കെ ഇങ്ങോട്ട് മേടിച്ചോണ്ടാ വന്നത്. നമ്മള് സ്നാക്സ് കഴിക്കാണ്. രാജേഷ് കയറിയില്ല പോലും. കേറിയില്ല. അല്ലെങ്കിൽ വീക്ക് വരില്ലേ? കഴിക്കാണ് എല്ലാരും കൂടി രാത്രി. ഇഡലി ഉണ്ട്, 2 പാത്രത്തിലുണ്ട് ഇഡലി. അതെയോ? മാത്രം നോക്കിയാൽ ഇന്നത്തെ സാമ്പാർ കൂട്ട്. ചമ്മന്തി അരക്കാൻ സമയം കിട്ടിയില്ല. ഈ വണ്ടി കുടിക്കുമ്പോ പൊളിച്ച കിട്ടും. സ്പൂൺ ഇതിനകത്തായിട്ട് കഴിഞ്ഞിട്ട് വരുമോ? കുലുക്കിയിട്ടൊക്കെ ഒഴിച്ചാൽ മതി. ഇത്രയല്ലേ ഉള്ളൂ. ഇത് കണ്ടോ?
ചാറ് മാത്രമേ ഉള്ളൂ അന്നേരം. അല്ലെന്നേ ഇതല്ലേ എന്റെ മേത്തോട്ട് ആക്കല്ലേ. പിടിച്ചോ പിടിക്കണം. വേണം ഇത് മതി ഞാൻ ചോദിച്ചേ ഇതിന്റെ അടപ്പില്ലേ ഇതല്ലേ ഇതിലെ ഇനിയുണ്ട് സാമ്പാർ. ഇവള് തിന്നു കഴിഞ്ഞിട്ട് ഇവരുടെ പാത്രം തിന്നണം. സാമ്പാർ ഇഡലി തരാട്ടോ. ഇത് അപ്പൊ ഗൈസ് ഇപ്പൊ ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പൊ നല്ല ഫുഡൊക്കെ കഴിച്ചു. കിടക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും കിടക്കാനായിട്ടുള്ള ഇതൊക്കെ വെച്ച് കഴിഞ്ഞു. ഓൾമോസ്റ്റ് കിടക്കാനായിട്ട് കൂടി പോയാൽ മാത്രം മതി. എല്ലാവരും ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ ഈ ഒരു ബോഗിങ് രണ്ട് ഓമനാമേലേശം ഉറങ്ങാൻ പോകുന്നത്. ഇതമ്മ എടുത്ത് തന്നെ അതിന്റെ മേലെ എന്നാ വെക്കാൻ പോകുന്നത്. എന്താ ഇത് അത് അതിരിക്കുവോ? അപ്പൊ ഗൈസ് രാവിലെ 8 നമ്മൾ നേരത്തെ എണീറ്റ് ചടി കയറി. പക്ഷെ ഇപ്പൊ എല്ലാം പല്ലൊക്കെ തേച്ച് വന്ന് റെഡിയായി വന്നപ്പോഴേക്കും ഇത്ര സമയം ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പൊ ഫുഡ് എന്താ കഴിക്കുന്നത്? അച്ഛൻ പറ. ഫുഡ് ദേവട്ടിക്ക് കിട്ടും. ഞങ്ങൾ ഓർഡർ ചെയ്യുക ഉച്ചക്കത്തേക്ക്. ഞാൻ വെജിറ്റേറിയനും ഇവര് നോൺ വെജ്. ഞാൻ വെജിറ്റേറിയൻ ഓർഡർ ചെയ്ത് ഇവര് നോൺ വെജ്. അപ്പൊ നമ്മള് എന്താ ഫുഡ് നിങ്ങൾ ഉറപ്പിച്ചിട്ടില്ല. സ്റ്റുഡിയോ ഞാൻ ഉറപ്പിച്ച്. ആണോ? ഞാൻ വെജ് ഫ്രൈഡ് റൈസ് പിന്നെ വെജിറ്റബിൾ സാലഡ് 70 രൂപ. അത് അച്ഛന്. അത് അച്ഛന് മേടിച്ചാണ്. അപ്പൊ നമ്മൾ രാവിലെ വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ പഴമൊക്കെ കഴിക്കാനാണ് രാവിലെ തട്ടിക്കൂട്ടി പഴം ബ്രെഡ്. അമ്മച്ചിക്ക് കിട്ടുന്നുണ്ടോ? പക്ഷേ എത്തപ്പഴം കഴിച്ചാലോ? എത്തപ്പഴം വേണ്ടേ? ഇപ്പൊ എല്ലാരും എണീറ്റ് ഇപ്പം കിട്ടാം. നേരത്തെ നമുക്ക് ഭയങ്കര തണുപ്പാണ് കേട്ടോ. AC ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാ. രാത്രി കൂടി ആയിരുന്നു. നമ്മളിത് ഗുജറാത്തിലെത്തിയിട്ടാണ്. നമ്മളിത് ഗുജറാത്തിലെത്തിയായിരുന്നു. അപ്പം ഭയങ്കര തണുപ്പാണ് സംഭവം. അതുകൊണ്ട് മര്യാദക്ക് എന്താ പറയാ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് എണീറ്റ് പോയി കഴിക്കുകയാണ്. ചെറുതായിട്ടുള്ളൊരു കടി. അവിടെ ചിലപ്പോ കാണുമ്പോഴല്ലോ കാണുമ്പോ ഇത്രയും നേരം ഇതുപോലെ ഇതിനെ താന്ന് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എനിക്ക് സ്റ്റോറേജ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനുള്ള അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ ഉച്ചയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു രാവിലെ. അപ്പൊ കഴിച്ച് കഴിക്കുന്ന എന്തൊക്കെയാണ് ചില്ലി ഗോബി. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ മധ്യപ്രദേശിൽ നമ്മൾ എത്തി. അപ്പൊ അവിടെ നിന്ന് മേടിച്ച സാധനം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഫോട്ടോ എടുക്കിത് ഇപ്പൊ ഉണ്ടാക്കി തന്നല്ലേ? അയ്യോ പാവ. അത് ഫോട്ടോ എടുക്കണം. ഭയങ്കര മസാലയുടെ മഞ്ഞ ടേസ്റ്റ് ആണോ? മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് ആണ് ഈ ഒരു സാധനത്തിന്. സോസും ഉണ്ട്, ഉപ്പും ഉണ്ട്. സോസും ഉപ്പും. ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത്. അതൊക്കെ എടുത്ത് കഴിക്കണം. അയ്യോ ഞാനും ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അതെ ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് മേടിച്ചത്. അല്ല മധ്യപ്രദേശ്. അയ്യോ എന്താ ഫോണിന് അത് തന്നെ. എന്നാ വാലനട്ടെന്ന് പറഞ്ഞ മാതിരി പഠിപ്പിക്കണം. അതെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് അതിന്
അങ്ങനെയല്ല എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ജമാലും പോയി. ഇതിനൊരു മഞ്ഞ ടേസ്റ്റ് ഉണ്ട്, മഞ്ഞപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് ആണ് ഇതിന്. ഇത് അരുണിന്റെ ഭയങ്കര ഉപ്പുണ്ട് ഇതിന്, ഭയങ്കര ഉപ്പും മഞ്ഞപ്പൊടി ടേസ്റ്റും ആണ്. മധ്യപ്രദേശിൽ നിന്ന് മേടിച്ചതാണ്. ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് കഴിക്കണേന്നൊന്നും അറിയത്തില്ല, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങളാണ് ഇതെല്ലാം. ആകെ ചിക്കൻ ബിരിയാണി മാത്രം നമുക്ക് ഇത് ഓർഡറല്ല, ഇത് ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച. ഇതൊരു പാത്രത്തിന് 30 രൂപ. ഒരു സ്പൂണുള്ളൂ. അതൊന്നും കഴിക്കട്ടെ, നോക്കട്ടെ. ഞാൻ വിചാരിച്ചേ ഒന്ന് പിടിക്കാവോ, കളയല്ലേ. സോസൊക്കെ ഉള്ള ഒരു പോർഷനാണ്. ഇത് ബ്രെഡ് സോസും എന്തൊക്കെയാ, ബ്രെഡ് സോസും ആണിത്. ഉള്ള എന്തുവാന്ന് അറിയത്തില്ല. ആ പച്ചക്കറി മറ്റൊരു ഈ പാത്രത്തിൽ അച്ഛന്റെ പച്ചക്കറി വന്നേക്കണല്ലേ. എനിക്ക് ഓൾറെഡി ഇതിനകത്തുണ്ട്. കുറച്ച് കിട്ടുന്നുണ്ട്. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പല കളറുള്ള ബിരിയാണി ഒക്കെയാണ് കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ കൂടുതൽ സലാഡും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ സലാഡും മൂലമൊക്കെ ഉണ്ട്. കഴിച്ചില്ല. ഇനി പല കളറുള്ള ബിരിയാണി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. നല്ല ചൂടുണ്ട് കേട്ടോ, എൻ്റെ കാലൊക്കെ പൊള്ളുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അവരുടെ മുട്ട ഓംലേറ്റ് കാര്യങ്ങളൊക്കെയാണ് മേടിച്ചേക്കുന്നത്. നമുക്ക് ഇത് കഴിച്ചു നോക്കാം എന്തായാലും. അവിടെ ഇച്ചിരി പൊതി ഒന്നുമില്ല കഴിക്കും. ഇപ്പോൾ ഒരു 3 എത്രയോ കഴിഞ്ഞു, 4 മണിയൊക്കെ ആകാൻ പോണെയാണ്. അപ്പോൾ നമ്മൾ ഇവരെ എത്തിയിട്ടില്ല. രാത്രിയിൽ 11 മണി ആ സമയത്തൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഡൽഹിയിലെത്തുക. നമ്മളിപ്പോൾ ഏകദേശം 7 എത്രയോ സ്റ്റേറ്റ് കവർ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലാണ്. ഇതിന് മുന്നേ എവിടെയായിരുന്നു, മധ്യപ്രദേശിലായിരുന്നു. അപ്പം തുടക്കത്തിൽ നമ്മൾ കേരളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കേരളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കേരള, പിന്നെ കർണാടക, പിന്നെ ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് ഡൽഹിയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ നിന്ന് നമ്മൾ പിന്നെ നാളെയാണ് ഹരിയാനയിലേക്ക് പോകത്തുള്ളൂ. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ 2 ദിവസമായിട്ട് ഇപ്പം തന്നെ 7ാമത്തെ ദിവസമായിട്ട് തന്നെ ഇങ്ങനെ ട്രെയിനിൽ ഇരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകാൻ പോകുന്നുണ്ട്. നമ്മൾ 10-11 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തി നമ്മളവിടെ ഇറങ്ങും. ഇപ്പോൾ ഞാൻ സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ്. സിനിമ പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് ഇതല്ല, വേറെ ഇതുമല്ല, അവിടെ നൈറ്റിട്ട് ഫുഡ് എന്താ പറയുക ബ്രെഡും ജാമുമാണ് കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇരിക്കുകയാണ്.